Hello friends, welcome to the channel. 𝙑𝙞𝙙𝙬𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് 5.0 ഒരു അഡാപ്റ്ററാണ്. നമുക്കറിയായിരിക്കും നമ്മളിപ്പോൾ ഒരു ഡെസ്ക്ടോപ്പൊക്കെ എന്താ പറയുക അസംബിൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇൻബിൽഡ് വൈഫൈ സപ്പോർട്ടും ബ്ലൂടൂത്തും വരുന്ന നമ്മുടെ മദർ ബോർഡിനൊക്കെ അത്യാവശ്യം റേറ്റ് കൂടുതലായിരിക്കും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കതില്ലാത്ത മദർ ബോർഡ് അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്ട്രാ അഡാപ്റ്റർ നമ്മൾ ഇതിനു മുമ്പ് വൈഫൈൻ്റെ അഡാപ്റ്റർ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് TP-Linkൻ്റെ തന്നെ. ഇപ്പോൾ ഇത് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് TP-Linkൻ്റെ ബ്ലൂടൂത്ത് 5.0 അഡാപ്റ്ററാണ്. നമുക്ക് എക്സ്റ്റേണലി വെക്കുന്ന ഒരു അഡാപ്റ്ററാണ്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, നമ്മൾ ഈസിയാണ്, ചെറിയതാണ്. അതുകൊണ്ട് നമുക്ക് ഈ മദർ ബോർഡിൽ ഇൻബിൽഡുള്ള സംഭവം അതിൽ ഇതായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതിന് അതിൻ്റെ സ്പെക്സ് വരുന്നത് ബ്ലൂടൂത്ത് 5.0 ആണ്. ഫാസ്റ്റർ സ്പീഡ് വരുന്നുണ്ട്, ഫർദർ കവറേജ് വരുന്നുണ്ട്, വിൻഡോസ് 10 8.17. അപ്പോൾ 11 സപ്പോർട്ടറാണ് ശരിക്കും. ഇതിൽ ആക്ച്വലി വന്നിട്ടില്ല, പക്ഷേ സപ്പോർട്ടറാണ്. നമ്മൾ മറ്റേ TP-Linkൻ്റെ തന്നെ നമ്മൾ വൈഫൈൻ്റെ ഉപയോഗിക്കുന്നതാണ്, അതും സപ്പോർട്ടറാണ്. അതുപോലെ തന്നെ ഇതിന് പ്രൈസിങ് വരുന്നത് 550 അങ്ങനെ സംതിങ് ആണ് വരുന്നത്. MRP വരുന്നത് 899 899 ആണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് നോക്കാട്ടോ. ഇത് പ്ലഗ് ആൻഡ് പ്ലേ ഉള്ളൂ, നമുക്ക് പരിചയപ്പെടാൻ കാര്യങ്ങൾ ഈസിയാണ്. നമുക്ക് വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡ്രൈവേഴ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്തോളും. പിന്നെ ഡ്രൈവേഴ്സ് ആക്ച്വലി ചിലപ്പോൾ ഒരു ചെറിയ CD ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷേ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഇപ്പോൾ CD ഡ്രൈവ് ഒന്നുമില്ല. നിങ്ങൾക്ക് അല്ലെങ്കിൽ വേറെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൂ, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ 1 year വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ TP-Linkൻ്റെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വലിയ മോഡേൺ റൂട്ടറും കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്, ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുകൊണ്ട് ചെക്കൗട്ട് ചെയ്യട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്കും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഒരു ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി ഈസി ആക്കാനുള്ള സംഭവിക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ പേജ് ആമസോണിൽ തുടങ്ങുന്ന തന്നെ ഒരു ഹോം പേജ് പോലെ എല്ലാത്തിൻ്റെയും ടോപ്പ് 5 കാറ്റഗറി ആയിട്ട്, അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഈസി ആയിരിക്കും, സംഭവമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ ഒരു റിയൽമി ബഡ്സ് Air 3 അതുപോലെ തന്നെ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് Z2 കൊടുക്കുന്നുണ്ട്. കാണാൻ മറക്കണ്ട, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഡാറ്റേൻ്റെ വീഡിയോക്ക് പോകാം. അപ്പം നമ്മുടെ TP-Linkൻ്റെ USB അഡാപ്റ്ററിൻ്റെ ബോക്സാണ്. അപ്പോൾ മുകളിലായിട്ട് TP-Linkൻ്റെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്, ബ്ലൂടൂത്ത് 5.0 എഴുതിയിട്ടുണ്ട്, നാനോ USB അഡാപ്റ്റർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ UB509ൻ്റെ മോഡൽ നെയിം എഴുതിയിട്ടുണ്ട്. 1 year വാറണ്ടി കൊടുത്തിട്ടുണ്ട്, വിൻഡോസ് കമ്പാറ്റബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫർദർ കവറേജ്, ഫാസ്റ്റർ സ്പീഡ്, ബ്ലൂടൂത്ത് 5.0 എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് അവരുടെ പാക്കേജ് കണ്ടൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് അവരുടെ ബൈയിങ് സ്പെസിഫിക്കേഷൻ MRP കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 899 രൂപയാണ് കൊടുത്തേക്കുന്നത്. നമുക്കൊരു 500 രൂപ റേഞ്ചിലൊക്കെയാണ് നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത്. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാൻ താല്പര്യമുള്ള ആയിട്ട് പോയിട്ട് വാങ്ങിക്കട്ടെ. മെയ്ഡ് ഇൻ ചൈന തന്നെയാണ്, സീൽഡ് ബോക്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ സീല് പൊട്ടിക്കാം. ഇവിടെയാണ് സീൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സീല് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബോക്സ് നമുക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് അഡാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് CD ഇപ്പോൾ ഇല്ല, ഒരു CD ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് അഡാപ്റ്ററും പിന്നെ ഒരു യൂസർ മാനുവലും മാത്രമേ ഉള്ളൂ. നമുക്ക് അഡാപ്റ്റർ അവർ ഇങ്ങനെ ഒരു സീൽഡ് പാക്കേജിലാണ് വെച്ചേക്കുന്നത്. ശരിക്കും പ്ലഗ് ആൻഡ് പ്ലേ ആണ്, ഉണ്ടോ? നമുക്കിത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഇത് നമുക്കിപ്പോൾ ഞാൻ ആക്ച്വലി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്കിത് ഗോൾഡ് പ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ട് ഇത് നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. ബ്ലൂടൂത്ത് 5.0 കണ്ടു, നല്ല ക്വാളിറ്റി വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് അതിൽ എംബ്ലം ഓട്ടോമാറ്റിക്കലി ഡ്രൈവർ ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പോൾ ഞാൻ എന്തായാലും കാണിക്കുന്നില്ല വിചാരിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ 5.0ൻ്റെ സ്പീഡ് നമുക്ക് നോർമലി കിട്ടുകയും ചെയ്യും. നമുക്ക് എന്തായാലും നമ്മുടെ എന്താ പറയുക വയർലെസ് ഇതൊക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി വാങ്ങിച്ചത് തന്നെ നമ്മുടെ വയർലെസ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയിക്കുന്നത് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഫുള്ളിന് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യട്ടെ. അതുപോലെ തന്നെ വീഡിയോ കാണാത്തവർ പോയി കാണുക, നമ്മുടെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.